മനുഷ്യന് തൻ്റെ ശരീരത്തിൽ ആകെ ചലിപ്പിക്കാൻ കഴിഞ്ഞത് കണ്ണുകൾ മാത്രം. ഡോക്ടർമാർ എല്ലാവരും വിധി എഴുതി ഇനി ഒരിക്കലും നടക്കില്ല എന്ന്. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ ഒരു മനുഷ്യൻ സ്വന്തം കാലിൽ നടന്ന് ആശുപത്രിയിൽ നിന്നും പുറത്തു വന്നു. അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കിയ ആ മനുഷ്യൻ്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആരാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ദി മിറാക്കിൾ മാൻ, മോറിസ് ഗുഡ്മാൻ. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥ. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളോട് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്കിനി ഒരിക്കലും നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന്. നിങ്ങളിപ്പോൾ ഒരു നിമിഷം ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളോട് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്കിനി ഒരിക്കലും നടക്കാൻ പറ്റില്ല, നിങ്ങൾക്കിനി ഒരിക്കലും പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ തന്നെ പേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആവുമെന്നറിയില്ല. പക്ഷേ 1981 നടന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ വിമാന അപകടത്തിൽ മോറിസ് ഗുഡ്മാൻ്റെ കഴുത്ത് ഒടിഞ്ഞു. നട്ടെല്ലിന് ഭയങ്കരമായിട്ട് പരിക്കേറ്റു. അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാതെ കഴുത്തിന് താഴെയുള്ള ശരീരഭാഗങ്ങൾ കംപ്ലീറ്റ്ലി തളർന്നു. ഡോക്ടർമാർ ഒക്കെ വിധി എഴുതി ഇനി ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റൂ, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ മോറിസ് ഗുഡ്മാൻ ഒരു കാര്യം മാത്രം വിശ്വസിച്ചു, എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഡോക്ടർമാരല്ല. ആരാണ് എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്? ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിന് ശരീരത്തിൽ ആകെ ചലിപ്പിക്കാൻ കഴിഞ്ഞത് എന്താണ്? ജസ്റ്റ് കണ്ണുകൾ മാത്രം. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ശരീരം തളർന്നെങ്കിലും മനസ്സൊട്ടും തളർന്നില്ല. അദ്ദേഹം ഒരു ലക്ഷ്യം നിർണയിച്ചു. ഈ ക്രിസ്മസിന് മുമ്പ് ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്നു. ഇത് കേട്ട് എല്ലാവരും അസാധ്യമെന്ന് കരുതി അദ്ദേഹം പറഞ്ഞ കാര്യത്തെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഓരോ ദിവസവും അദ്ദേഹം മനസ്സിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു സിനിമ കാണുകയായിരുന്നു. താൻ സംസാരിക്കുന്നതായി, ഞാൻ നടക്കുന്നതായി. വീണ്ടും വീണ്ടും അദ്ദേഹം നിരന്തരം ഇത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ പോകെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരാൻ തുടങ്ങി. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾക്കെല്ലാം ചലനം തിരിച്ചു വന്നു. അവസാനം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്രിസ്മസ് ഈവനിങ്ങിൽ ഡോക്ടർമാർ അസാധ്യമാണെന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ആശുപത്രിയിൽ നിന്ന് സ്വന്തം കാലിൽ പുറത്തേക്ക് വന്നു. ലോകം അദ്ദേഹത്തെ ഒരു പേരിൽ വിളിച്ചു. എന്താണ് ആ പേര്? ദി മിറാക്കിൾ മാൻ. പക്ഷേ യഥാർത്ഥ അത്ഭുതം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ല നടന്നത്, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു നടന്നത്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സാഹചര്യങ്ങൾ അല്ല നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിക്കും അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. നമുക്ക് വേണ്ടത് ഒരു വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മാറും. മനസ്സ് ഫസ്റ്റ് വിജയിച്ചാൽ ശരീരം ഓട്ടോമാറ്റിക്കലി വിജയിക്കും. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ശ്രമം നിർത്തുന്നത് വരെ മാത്രമാണ് അസാധ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായൊരു വിഷൻ ഉണ്ടാകണം. ദിവസവും നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവ് വാക്കുകളേക്കാൾ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ വിശ്വസിക്കണം. പിന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് ആഘോഷിക്കണം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവെടിയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ ചിന്തകളാണ്. മോറിസ് ഗുഡ്മാൻ തൻ്റെ ശരീരത്തെക്കാൾ അദ്ദേഹം ആദ്യം സുഖപ്പെടുത്തിയത് എന്താണ്? തൻ്റെ മനസ്സിനാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാം. എന്ത് സംഭവിച്ചാലും എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ഉപേക്ഷിക്കില്ല. കാരണം അത്ഭുതം സംഭവിക്കുന്നത് പുറത്തല്ല, അത്ഭുതം സംഭവിക്കുന്നത് ആദ്യം നമ്മുടെ മനസ്സിലാണ്. താങ്ക് യു.